എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണ് ടോണർ, എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്, എപ്പോഴൊക്കെ യൂസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ്. സ്കിൻ കെയർ റൂട്ടീന് എല്ലാവർക്കും വേണ്ട ഒരു സംഭവമാണ്. ഈ സ്കിൻ കെയർ ചെയ്യുന്നതിന് കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. ഒരു ക്ലെൻസർ യൂസ് ചെയ്യണം, അത് കഴിഞ്ഞിട്ടൊരു ടോണർ യൂസ് ചെയ്യണം, അത് കഴിഞ്ഞിട്ടൊരു മോയ്സ്ചറൈസർ, അത് കഴിഞ്ഞിട്ട് സൺസ്ക്രീൻ, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ക്ലെൻസറും ഫേസ് വാഷും തമ്മിലുള്ള ഡിഫറൻസും എന്തിനാണ് യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവർ അത് പോയി കണ്ടു നോക്കൂ. അപ്പോൾ ക്ലെൻസർ എന്ന് പറയുന്നത് ഫേസ് വാഷൊക്കെ നമ്മളെ ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ടോണർ യൂസ് ചെയ്യേണ്ടത്. അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ ഫേസിൽ അതിൻ്റെ എക്സസ് ആയിട്ട് ഫേസ് വാഷിൻ്റെയോ ക്ലെൻസറിൻ്റെ ഒക്കെ എന്തെങ്കിലും എക്സസ് ആയിട്ടുള്ളത് നമ്മളെ ഫേസിലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ടും, അതേപോലെ നമ്മളെ ഫേസിലത്തെ pH ലെവലൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും, നമ്മളെ ഫേസിലുണ്ടാവുന്ന ഓപ്പൺ പോഴ്സിനൊക്കെ ഒന്ന് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ടോണർ യൂസ് ചെയ്യുന്നത്. കൂടാതെ നമ്മളെ ഫേസ് ഒന്ന് ഡ്രൈനെസ് ഒക്കെ കുറച്ച് ഒന്ന് റിഫ്രഷ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഒരു കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ടോണറുകൾ യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. കൂടുതലും നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടോണറുകൾ യൂസ് ചെയ്യുന്നതാണ്. ഞാൻ തന്നെ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഒരു വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടോണറിനെ കുറിച്ച്. പല ടൈപ്പ് ടോണറുകളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. റോസ് വാട്ടർ എന്ന എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്ന ഒരു ടോണറാണ് കേട്ടോ. ഞാൻ റോസ് വാട്ടറും ഗ്ലിസറിനും വെച്ചൊരു ടോണർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം പിന്നെ ഈ ടോണർ എങ്ങനെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ, മിക്ക ടോണേഴ്സ് നമ്മൾ സ്പ്രേ ചെയ്തിട്ട് ഇങ്ങനെ യൂസ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കോട്ടനോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള, കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ടോണേഴ്സ് വാങ്ങി യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.